ഇന്ന് ബ്യൂട്ടിഫുൾ ഡേ ആണ് കേട്ടോ. വെരി ബ്യൂട്ടിഫുൾ ഡേ. ഇറ്റ്സ് റെയിനി ഡേ. ആരാ ചോദിച്ചു ഇതെന്താ സാധനം നിങ്ങൾ കുട്ടിയുടെ മേൽ പറ്റുന്നത്? ഇന്നത്തെ രാവിലത്തെ മെയിൻ പരിപാടി കത്തി മൂർച്ച കൊടുക്കാൻ. ഫസ്റ്റ് ടൈം ഐ എം വിസിറ്റിംഗ് എ നൈഫ് പ്ലേസ് ഓണസ്റ്റ്. വരുന്നുണ്ട് ആരോ വരണ്ടേ? ഡാഡയുടെ കൂടെ ഹണ്ടിങ്ങിന് വരാൻ ഒരാളായി. പെസ്തോ അൽഫ്രദോ മറ്റേ ഇത് കണ്ടില്ലേ വൈഭവ് സൂര്യവംശിയുടെ ന്യൂസ്. 7:15 ആരും എണ്ണിട്ടില്ലേന്ന് കേട്ടാ. ഇവിടെ എന്താ സംഭവിക്കണേ? പുറത്ത് മഴയാണ്, അത് കാരണം കൂരിട്ട് 7:15 നേരം വെളുത്തിട്ടില്ല. യു ഫോളോസ് പിങ്ങുവോ 7:15 കേട്ടാ. എൻ്റെ മോന്തേമേ ചവിട്ടി. അമ്മ സമയം 7:15. നീ എനിക്ക് എനിക്ക് മനസ്സിലായി. കുട്ടികൾ ഉമ്മ 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 ഉണ്ടാവും. ഉമ്മ ഒന്ന് കിടക്കട്ടെ. എനിക്കൊരു ഉമ്മ വേണം. പിന്നെ 7:15 7:15 ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി ഞങ്ങൾ ആ ഇഷ്ടംപോലെ ചെയ്തോളെ. നേരം വൈകിട്ട് ഇവിടെ യുദ്ധം നടന്നാൽ കിട്ടുക സകലണ്ണത്തിന് എന്നിട്ടാ. ഓക്കെ, രണ്ടുപേരുടെയും പരിപാടികൾ മുടിക്കെട്ടുകുണി ബാക്കിയുണ്ട് കേട്ടാ. വേഗം മുടിക്കെട്ടണം കേട്ടോ അമ്മക്കെ. നിങ്ങൾ തന്നെ നേരെ നിർത്തണ മെഷീൻ എത്തിയിട്ടില്ലല്ലോ, പ്രിങ്ങ് മെഷീൻ. നോക്കടേ, 1 വർഷം കിടന്നു. നിനക്ക് കിടക്കാൻ വേണ്ടിയിട്ടില്ല അവിടെ ചാരി. ഓക്കെ, പെണ്ണ് വേർ ആർ യു, ഹിറയാം ഹൗ ഡു യു ഡു. ജോക്കറിൻ്റെ പോലെ ഉണ്ട് കേട്ടോ ഇതിലെ ബാറ്റ്മാനിലെ ജോക്കറിൻ്റെ മുടി ഇങ്ങനെ കുറച്ച് പെട്ടയായിട്ടുള്ളൊരു മുടി ഇങ്ങനെ നനഞ്ഞൊട്ടിയിട്ടില്ലേ. വാട്ട് എ ക്യാരക്ടർ ഹീ ഈസ്. സെയിം ലൈക്ക് ആർത്തർ ഇൻ പീക്കി ബ്ലൈൻഡേഴ്സ്. ഇവിടെ പിടിച്ചിരുന്നോ ഇടി. റബ്ബർ ബാൻഡ് ആയോ? റബ്ബർ ബാൻഡ് എൻ്റെ കയ്യിലുണ്ട്. മോൻ പിടുത്തം പിടിക്കാത്ത എന്താ പാമ്പാ? ജിലുക്കും ചക്കട ജിലുക്കും ചക്കട. നീ എന്താ മറ്റേ ട്രഡീഷണൽ ഫോക്ക് ഡാൻസറാണ്. ഓൾ ദ വേ ഫ്രം ജംഗിൾ. അങ്ങനെ പാടാനും മറ്റേ പണ്ട് മറ്റേ പുഞ്ച പയ്യല്ലേ കൊയ്യാൻ എനിക്കാക്കിയിട്ട്. ആരാ ചോദിച്ചു ഇതെന്താ സാധനം നിങ്ങൾ കുട്ടിയുടെ മേൽ പറ്റുന്നത്? ഇത് ബി വാക്സ് ആണ് കേട്ടോ. നമ്മുടെ തേനീച്ചയുടെ വാക്സ് തലയിൽ പറ്റുന്നത്. എൻ്റെ ബീഡിനൊക്കെ പറ്റാൻ ഉപയോഗിച്ചിരുന്നതാ ഇത്. അപ്പോൾ എന്താ ഗുണത്തിൽ കുറച്ച് കട്ടിയിലിരിക്കും. ഇത് പൂവില്ല മേലിന്ന്. അത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് താവും. ഞാൻ അത് ഭംഗി എന്ത് കൊത്തിയണ്ട അത് വലിച്ചറായത്. എന്നാ ഇത് പിടിച്ചിരുന്നു കുറച്ച് നേരം മറക്കട്ടെ. അത് മാഞ്ഞുപോട്ടെ. കിട്ടിയ വിജയരാഘവൻ ഉണ്ട് ഒരു പടത്തില് ഇങ്ങനെ ഗോൾഡേ. വിജയരാഘവൻ ഇങ്ങനെ നെറ്റി കൊടുക്കണ ഇങ്ങനെ എണ്ണ പരട്ടിയിട്ട് മുടി ചീന്തിട്ട്. വിജയരാഘവൻ ഇന്ന് എല്ലാ ദിവസവും നമ്മൾ കുട്ടികളുടെ മുടിയല്ലേ, ഇന്ന് കുട്ടിയുടെ മുടി കെട്ടണം കേട്ടോ വീഡിയോ. ഫേക്ക് മുടി എൻ്റെ തലേമ്മ വെച്ച് എങ്ങനെ ഉണ്ടാവും? ഗായ്സ് എങ്ങനെയുണ്ട്? എനിക്ക് നല്ല കട്ടി മുടി വേണ്ടതായിരുന്നു. എങ്ങനെയുണ്ടാ ബേബിസ? ഒന്ന് ചിരിക്കടോ, ഒന്ന് ചിരിക്കൂല. ടഫ് ഗേൾ ഡാഡേ. ഓ മൈ ഗോഷ്, look at this. That looks heaps in your head. നീ ബ്രൈഡ് ആണോ അതോ ബ്രൂമോ? ഓക്കെ, ബ്രൈഡിന് ഇപ്പൊ നടത്തി ചെല്ലുമ്പോ നടയടി കിട്ടും. നടയടി എടാ, അതിനെ പിടിച്ച് വലിക്കല്ലടാ. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ഒന്ന് ചെറിയത്തോറിനെ കൊടുത്തുള്ളൂ. അവൻ കൈയടിക്കവള്. മഹാത്മജം വാനര തുല്യവേഗം. Let's go. ജയ് ഹനുമാൻ ജയ് ഹനുമാൻ ജയ് ഹനുമാൻ. ബ്രേക്ക്ഫാസ്റ്റ് ടൈം. എൻ്റെ മേലേക്ക് വരരുത് കേട്ടാ, ഞാൻ തരാം. എറ ബേബി ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് മൈ
ഇസ് ഇറ്റ് ഗുഡ് വൺ ലക്ഷ്മി? അമ്മ എന്നെ ചവിട്ടി കൂട്ടല്ലോ കേട്ടോ, ഞാൻ ആ ഒളിവറിൻ്റെ പോലെയാവും. ഒളിവറില്ല, ഗളിവർ. വലിയ മനുഷ്യനും കുറെ കുഞ്ഞ് ഇതുള്ള കഥ കേട്ടിട്ടില്ലേ നീ? ആ ലില്ലിപ്പുട്ട് ചെയ്യാ കഴിക്കണ്ട ചേരാ. ബിസിനസ്സുകാരിയാ? കുട്ടിക്ക് വേണ്ട, നീ കഴിക്കണ്ട. ഇറ്റ്സ് ഓക്കെ. അയ്യോ പിന്നെ അടുത്തറ ഒരാൾ തന്നെ പോവാ. ഇന്ന് ബ്യൂട്ടിഫുൾ ഡേ ആണ് കേട്ടോ, ഇന്ന് വെരി ബ്യൂട്ടിഫുൾ ഡേ. ഇറ്റ്സ് റെയിനി ഡേ. ഇറ്റ്സ് റെയിനിങ്. ബ്യൂട്ടിഫുൾ റെയിൻ. ബ്യൂട്ടിഫുൾ റെയിനി ഡേ. ഈ ആഴ്ച മൊത്തം മഴയാണെന്നാണ് പറഞ്ഞത്. ദാറ്റ്സ് നോ ഗുഡ്. ഗുഡ് മോർണിംഗ് ഗൈസ്. മോർണിംഗ് കോണേടി വിത്ത് ഗോൾഡ. നമ്മുടെ ഷോ ആരംഭിക്കുക. നീ മറ്റൊരു സിനിമയിൽ നെടുമുടി വേണു ഇങ്ങനെ തലമ്മ തട്ടിട്ട് നടക്കുന്ന ഒരു സിനിമയില്ലേ, ഏതത്? നെടുമുടി വേണു അതിൽ വില്ലെന്ന് തോന്നുന്നു, ഒരു പള്ളിയിലച്ചനായിട്ട് എന്തോ ഒരു ഇതായിട്ട്. കത്തനാരിൽ മറ്റേ എനിക്ക് പറഞ്ഞ പുള്ളി ഇങ്ങനത്തെ കോസ്റ്റ്യൂമാണ്. ഇന്നിപ്പോ എല്ലാ ദിവസവും ഇന്നിപ്പോ നേരത്തെ ഞാൻ നേരത്തെയാണോ? ആ ഇന്നിപ്പോ എന്താ രാവിലെ പ്രത്യേകിച്ച് ബഹളില്ലാണ്ട് ഇറങ്ങിയേ അമ്മയും മോളൊക്കെ? ബാക്കിയുള്ള 4:30 എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് കുളിച്ച് തേവാരം കഴിഞ്ഞ് കാപ്പി കുടിച്ച് പിള്ളേരെന്നെ എണീപ്പിച്ച് മുടി കെട്ടി അമ്മേനെ കുളിപ്പിച്ച് കുട്ടീനെ കുളിപ്പിച്ച മുടിയുടെ മുകളിൽ മറ്റേ ബണ്ണ് വെച്ച് കെട്ടി ഹനുമാൻ കളിച്ച്. നിന്നെ ഇവിടെ നീ റോക്കറ്റാ ഗോൾഡ്. അമ്മേനെ അങ്ങോട്ട് ട്രെയിനിലേക്ക് ഒറ്റ കത്തിച്ചു വിട്ടു. So you have a beautiful day, Golda. See you when you come back. Yes. Lovely. Thank you. And bit rainy day, so watch your steps everywhere. Okay, don't fall. എനിക്ക് ഇവിടെ നടുവൊടിഞ്ഞ് കിടക്കണ ഭാര്യനെ ചാവോളം നോക്കാൻ വയ്യ കേട്ടാ. ആ അല്ലാണ്ട് right on. That's the good one though. At least you've been honest. Okay, mom. Bye, mom. Okay, ബാഗ് മറക്കണ്ട. നാപ്പി എവിടെ വെച്ചോനെ? നാപ്പി ബാഗിലുണ്ട്. ഓ ഞാൻ കെട്ടിട്ടിരിക്കുക അവിടെ. ആ ബൈ മോം. യു ലുക്ക് പ്രിറ്റി ടുഡേ. Yeah, black and white. Kiwi style. Bye mom. Bye. Bye mom. Bye. ഇന്നത്തെ രാവിലത്തെ മെയിൻ പരിപാടി കത്തി മൂർച്ച കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇത് ഇന്നലെ ചെയ്യാമെന്ന് വിചാരിച്ച പണിയായിരുന്നു, നടന്നില്ല. അപ്പം ഞങ്ങൾ ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടേക്ക് വരുമായിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മളൊരു കടയുണ്ട് നമ്മുടെ തൊട്ടടുത്തേ. ഇതെന്തിനാണ് മൂർച്ച കൂട്ടണതെന്നുള്ളത്, മൂർച്ച കൂട്ടുന്നത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിൻ്റെ പ്രൈമറി കാര്യം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കിത് മൂർച്ച കൂട്ടി വരുമ്പോൾ പറയാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കട. ലിറ്റിൽ ഷോപ്പാണ്. പുള്ളിക്ക് ബാക്കിൽ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ നൈഫ്സ് കൂടി ഉണ്ടാക്കും. സോ നിങ്ങളുടെ വീട്ടിൽ കത്തി ഉണ്ട് വെച്ചെങ്കിൽ കൊണ്ടുവരിക, ഷാർപ്പൺ ചെയ്യുക. ഇതിൻ്റെ കഥയൊക്കെ ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞുതരാം. ഇത് അപ്പച്ചൻ വിൽക്കാൻ വെച്ചിട്ടുള്ള അപ്പച്ചൻ്റെ ഓൺ നൈഫ്സ് ആണ് കേട്ടോ. പുള്ളി ന്യൂസിലാൻഡിൽ നിന്ന് ഓസ്ട്രിയൻ സ്റ്റീൽ യു കളക്ട്. ബ്യൂട്ടിഫുൾ നൈഫ്സ്. അപ്പച്ചൻ്റെ അടുത്ത് നല്ല അടിപൊളി നൈഫ്സ് ഉണ്ട് കേട്ടോ. അപ്പച്ചൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള നൈഫാണ്. ന്യൂസിലാൻഡിലായതുകൊണ്ട് തന്നെ കുറച്ച് വിലയുണ്ടെങ്കിലും അപ്പച്ചൻ ഫുൾ ഓസ്ട്രിയയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ബ്ലേഡും ഇവിടുത്തെ ന്യൂസിലാൻഡ് വുഡ് ഉപയോഗിച്ചിട്ട് കാർവ് ചെയ്തെടുത്തിട്ടുള്ള നൈഫാണ്. കണ്ടോ അപ്പച്ചൻ്റെ വർക്ക്ഷോപ്പ് കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട് കേട്ടോ. ഒരു വന്യത മൊത്തത്തിൽ. Is it okay? Can I walk inside? Yeah, okay, thank you. They പുള്ളി ബ്ലേഡൊക്കെ. You have a look around. Yeah. First time I'm visiting a knife place, honest. In my real life, I've been to a couple of places back in India, but not anything like this. And a high standard knives. This one you already cut, right? Yeah. So the steel, where is the steel? Oh, the steel. The steel, yeah. Oh, yeah. ഓസ്ട്രിയയിൽ നിന്ന് വരുന്നത് പുള്ളി മേടിക്കുകയാണ്, എന്നിട്ടാണ് ഇത് ചെയ്യണത്. കണ്ട നല്ല രസമുള്ള ഫാക്ടറി. Hardness tester. സോ ഞാനൊരു നൈഫ് ഇവിടെ നിന്ന് എടുക്കുകയാണ് കേട്ടോ. ഇതിലേതാണ് ഇപ്പോൾ നല്ലതെന്നാണ്. $450 ഇതിൻ്റെ വില. ഇന്ത്യൻ മണി ഓൾമോസ്റ്റ് 25,000 രൂപ. പക്ഷേ എനിക്കിങ്ങനെ ഒരു പ്രാന്തുണ്ട്, കത്തിയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എടുത്ത് കളയും. നല്ല പുള്ളിയുടെ കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു കത്തി എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ നല്ല ഹൈറ്റൊക്കെ ആക്കിയിട്ടുള്ള നൈഫാണ്. Thank you. I may grab this one then.
wise choice. I mean, I love it. Yeah. Oh, so you're sharpening it again? People play with them. Yeah. വരുന്ന സമയത്ത് ഇപ്പോൾ പുള്ളി അവിടെ നിന്ന് കത്തി എടുത്തപ്പോൾ എൻ്റെ കൈയിൻ്റെ മുകളിൽ കൊണ്ടോ അത് കണ്ടോ മുറിഞ്ഞു ചോര വരുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് ആ ബ്ലേഡ് കൊണ്ടേ ഉള്ളൂ. This is a precision instrument. Yeah. If you're going to be, taking bottle caps off, don't do it with this one. Nah, I never do that with the bottle. Don't worry. Good. Nah. Okay, thank you. And no dishwasher. Yeah. I'll have you arrested if you put it in the dishwasher. No problem, sir. Thank you. നമ്മുടെ അപ്പച്ചൻ്റെ അടുത്ത് ഞാൻ നൈഫ് വൈകുന്നേരം കാണിച്ചു തരാട്ടാ. അപ്പോൾ ഇന്ന് ഞാൻ ഹാഫ് ആൻ അവർ എൻ്റെ ട്രെയിനിങ് കഴിഞ്ഞു. വന്നിട്ട് മെയിൻ പരിപാടി വീട് ക്ലീനിങ് ആയിരുന്നു. ഓക്കെ, ഇതെൻ്റെ 100 അരമണിക്കൂർ ട്രെയിനിങ് കഴിഞ്ഞിട്ട് എൻ്റെ 100 റെപ്പിറ്റേഷൻസ് ഓഫ് ഈ എക്സസൈസാണ്. ഇതിനെ ത്രസ്റ്റ് എന്നൊക്കെ പറയും. വീട് ക്ലീനിങ് നൈസ്ലി ഡൺ, വീക്ക്ലി റുട്ടീൻ, അത് കഴിഞ്ഞ് അരമണിക്കൂർ എക്സസൈസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഗോൾഡേക്ക് വന്നു കഴിയുമ്പോൾ കുട്ടികളുടെ ഇടയിൽ തിരിയണം. കാരണം നമ്മളെല്ലാവരും കൂടെ എക്സസൈസ് ചെയ്യുമ്പോൾ അവൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സമയം കിട്ടുമ്പോൾ ഒന്നെങ്കിൽ ജിമ്മിലോ അല്ലെങ്കിൽ വീട്ടിലോ എക്സസൈസ് ചെയ്ത് തീർക്കാൻ കേട്ടോ. So guys, what I got to say, sitting is easy and we think it's comfortable. See, movement is life. അത് വീട്ടിലെ എക്സസൈസ് ആണെങ്കിലും ശരി, വീട്ടിലെ പാത്രം കഴുകണതാണെങ്കിലും ശരി, വീട് ക്ലീൻ ചെയ്യണതാണെങ്കിലും ശരി, 1000 times better than sitting in a couch. Training done. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. So, going to eat my lunch. എത്ര നേരം വേണം ഒരു ലഞ്ച് ഉണ്ടാക്കാൻ? ഈസി ലഞ്ച്, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇന്നലത്തെ നമ്മുടെ കുറച്ച് ലിവറില്ലേ, ന്യൂട്രീഷൻ ബോംബ്. എനിക്ക് ലിവർ പച്ചയ്ക്ക്, പച്ച ഇൻ ദ സെൻസ് തണുത്ത ലിവർ ഇഷ്ടട്ടോ, ഭയങ്കര സ്ട്രോങ് ഫ്ലേവർ അല്ലെങ്കിൽ. ഓക്കെ, ഈസി ലഞ്ച്. ഐ ഓൾവേസ് ഈസി ടു കുക്ക്. നിങ്ങളുടെ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ കബോർഡിലോ ഒന്നുമില്ല വെച്ചെങ്കിൽ, അയ്യോ ഞാനിന്ന് എന്താ ലഞ്ചിന് കഴിക്കുക, എഗ് കഴിക്കുക. ഈസി ലഞ്ച്, മോർ ന്യൂട്രീഷ്യസ്, പ്രോട്ടീൻ. യു വോണ്ട് ഈറ്റ് സം വെജിറ്റബിൾസ്, ഈറ്റ് അലോങ് വിത്ത് ഇറ്റ്. ഓക്കെ, സോ സീ യു ആഫ്റ്റർ സം ടൈം. ഗൈസ്, പ്രിങ്ങുവിനെ എന്തോ പറയാണ്ട് കേട്ടാ. പ്രിങ്ങു കഴിഞ്ഞ ദിവസം സ്കൂളിൽ മറ്റേ ഡാൻസ് കളിച്ചില്ലേ, ബില്ലിജീൻ. ബില്ലിജീന് അല്ല, ബില്ലിജീൻ അല്ല, ബീരത്. വാട്ട് ഹാപ്പൻ നൗ? ട്രിനിറ്റി ഗോട്ട് ടാലന്റില് പ്രിങ്ങുന് ഫസ്റ്റും സെക്കൻഡും തേർഡ് ആവാം. അതെല്ലാവർക്കും അങ്ങനെ അതല്ല, ചിലപ്പോ വിചാരിക്കും ഫോർത്ത് ഉണ്ടാവും. അതവർക്ക് അറിയാം. നീ പറ, നിന്റെ കാര്യം പറയാനുള്ളത്. ഓ പറയടോ. ട്രിനിറ്റി ഗോട്ട് ടാലന്റില് പ്രിങ്ങുന് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടാ. ഫസ്റ്റ് പ്രൈസ് പെട്ര എന്ന് പറഞ്ഞൊരു കൊച്ചിനായിരുന്നു. ഒരു പഴയ ഒരു ഇറ്റാലിയൻ പാട്ട്, നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാനും ആ കുട്ടിക്ക് കിട്ടുന്ന വിചാരിച്ചു. ആ കുട്ടിക്ക് കിട്ടി, സെക്കൻഡ് ഇവർക്ക് കിട്ടി. ഐ വാസ് റൈറ്റ്. കൺഗ്രാറ്റുലേഷൻ. ഹാപ്പി നൗ. നിങ്ങളിങ്ങനെ പ്രാങ്ക് ചെയ്തിട്ടേതൊക്കെ ചോദിച്ചിട്ടാണ് വന്നു ഇത് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു അവർ മൈ നോട്ട് റിമെമ്പർ ദിസ്. കാരണം എനിക്ക് അറിയില്ല ആ വീഡിയോ അതിൽ ഞാൻ ഇട്ടിട്ടുണ്ടോന്ന്. ബട്ട് കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടി പൊക്കോട്ടാ, ഡാഡ പോയിട്ട് കിടന്ന് ഉറങ്ങട്ടെ. ഓക്കെ, എന്താ കുറങ്ങനല്ല, ഉറങ്ങാൻ. കിട്ടും. Then what? After sleep, then what? Then this. Gets up and do what? നമുക്ക് കുട്ടികളെ ആ തലേമത്തെ മുടി പറന്ന് പോപ്പോ. ധന്യണ്ട പറയണേ കുരുത്തം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെ. നീ കുരുത്തല്ലാത്തവർക്ക് കിട്ടണ പണിയതൊക്കെ മനസ്സിലായ? കുരുത്തല്ലാത്തവർക്ക് ഉണ്ടാവും ഇത്. എനിട്ടോ എൻ്റെ ഒരു കാപ്പി കുടിച്ചോ. എൻ്റെ കിണുങ്ങല്ലോ നടക്കില്ല കേട്ടോ. എൻ്റെ കുണ്ടിയൊക്കെ കണ്ടിരിക്കുന്നുണ്ട്, നീ പേടിക്കണ്ട. പിന്നെ തുണി മടക്കാണ്ട് കേട്ടാ. ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന തുണി ഒരു ബാച്ച് കുട്ടികളുടെയും ഞങ്ങളുടെ അണ്ടീസാണ്. ഈ അടിയിലത്തെ ഒരു കൊട്ട തുണി അത് നിലത്തെടുത്തിട്ടുണ്ട്. നീ സൈഡിലേക്ക് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് കുട്ടിയുടെ തുണി മടക്കിയിട്ട് കിടന്നാൽ മതി കേട്ടാ. രാത്രിയേ ഉറങ്ങാൻ, അല്ലെങ്കിൽ നീ പുറത്ത് കിടക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായ കുട്ടിക്ക്? നിങ്ങൾക്ക് മനസ്സിലായോ?
ആ അവർക്കൊക്കെ മനസ്സിലായി. നീ മുടി fake ആ. ഇത് നീ എപ്പോഴാണ് മടക്കണേ? I'm gonna do it when I'm drinking coffee. ആ എങ്ങനെയാണെങ്കിൽ ചെയ്തോ, മടക്കി എടുത്ത് വെച്ചോട്ടെ കുട്ടി. Or after I drink my coffee, I'll watch TV and I'm gonna do it. whatever, up to you. Okay, bye. Good night. Bye! കളി പണി തുടങ്ങി, വേലക്കളി വന്നു, ഉറക്കം വന്നു തുടങ്ങി. വേലക്കളിക്ക് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഉറക്കം വരും. പയ്യോ സ്ലീപ്പി. ഇന്നലെ രാത്രി നല്ല ഉറക്കമായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഇപ്പോൾ സ്ലീപ്പി ആയത്? ഇഫ് യു ആർ സ്ലീപ്പി മീൻസ് യു റിയലി വർക്ക് ഹാർഡ്. യാ ദാറ്റ്സ് ഗുഡ്. I'm not sleeping. അപ്രിസിയേഷൻ കിട്ടിയപ്പോൾ സന്തോഷമായി. നീ സ്ലീപ്പി അല്ലെങ്കിൽ ഉറങ്ങിക്കോ. എത്തി CBC എത്തി. CBC ക്രൈ ബേബി ക്രൈ, അതാണ് CBC ക്ലബിലെ മെമ്പറാ, ദ ഗാങ്സ്റ്റർ, CBC ഗാങ്സ്റ്റർ. അമ്മ ഇങ്ങോട്ട് വരാൻ, വേരലോണ്ട് കാണിക്കുന്നുണ്ട്. അയ്യോ അയ്യോ ഇതൊക്കെ അടുത്ത ആള്. ഇവ നീ CBCയിലെ മെമ്പറാണോ? ഇവർ രണ്ടുപേരും CBCയാ. രാവിലെ തുടങ്ങും ക്രൈ ബേബി ക്രൈസ്. എന്നിട്ട് ഡിന്നറിന് ചിക്കനാണ് കേട്ടാ. ഇതിൻ്റെ മൂട് ഞാൻ വെട്ടിയിട്ട് സ്റ്റോക്ക് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇത് വേവിക്കുന്ന സമയത്ത് കാട്ടിത്തരാം. കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ, ഇതിന് മുന്നേ ഞാൻ കാട്ടിയിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് മാരിനേഷൻ ഫോർ ദിസ് വൺ സം ചിക്കൻ സ്റ്റോക്ക്. ഞാൻ ഈ ചിക്കൻ സ്റ്റോക്ക് ഇങ്ങനെ ഈടായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത് ഇവിടെ മേടിച്ചത് ബാക്കിയിരിക്കുന്ന കാരണം കേട്ടോ. ഞാൻ അങ്ങനെ ചിക്കൻ സ്റ്റോക്ക് ഇടുന്ന ഒരാളല്ല. ബട്ട് ദാറ്റ്സ് ഓക്കെ, ലിറ്റിൽ ബിറ്റ് ചിക്കൻ സ്റ്റോക്ക് ഇസ് നൈസ്. ഇനി സുഹാസിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലെമൺ ബ്യൂട്ടി. ഇനി കഴിഞ്ഞ വർഷം ആരോ എനിക്ക് എൻ്റെ ബർത്ത്ഡേ എന്തുണ്ടായപ്പോൾ സമ്മാനമായിട്ട് കൊണ്ടുവന്ന ഒരു കുറേ മിക്സർ ഓഫ് സ്പൈസസ് ആയിരുന്നു. പിന്നെ ചില്ലി സോസൊക്കെ ആയിട്ട്. ഇത് സോൾട്ട് മിക്സ് 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 കണ്ട ശരിക്കും ഇങ്ങനെ ഒന്ന് കമത്തിട്ടാൽ മതി. അല്ലെങ്കിൽ വേണ്ട, ഒരു പണിയിട്ട് കേട്ടോ. നോക്കിക്കോ, നൈസ്ലി മാരിനേറ്റഡ്. നൗ ഇതിൻ്റെ ടോപ്പ് ഷെൽ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലെ ഭാഗം ഒക്കെ കൂടി ഞാൻ ഇങ്ങോട്ട് ഇട്ടു. ഇങ്ങനെ ചെയ്യണ സമയത്ത് ഈ ചിക്കൻ്റെ തൊലിയില്ലേ ഒരുപാട് കളയാണ്ട വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നന്നായിട്ട് റാപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ മുകളിൽ നന്നായിട്ട് മോയ്സ്ചർ മെയിൻറ്റെയിൻ ആവും. ഓക്കെ, ഇത് നമുക്ക് ബോണില്ലാത്ത പീസും ഇവിടെ ചിലപ്പോൾ ഇങ്ങനത്തെ മേടിക്കാൻ കിട്ടും. ബോണില്ലാത്തത് സൂപ്പർ മാർക്കറ്റിൽ കിട്ടാൻ സാധ്യത കുറവാണ്, പക്ഷെ നമ്മുടെ റെസ്റ്റോറൻറ്റ് കമേഴ്ഷ്യൽ ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടും. ബ്യൂട്ടി, ലുക്ക് നൈസ്. സം ഓയിൽ. ഇത് ഞാൻ ഓയിൽ സ്പ്രേ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ മുകളിലൊന്ന് കറക്റ്റ് സ്പ്രെഡാക്കാൻ എളുപ്പമുള്ളത് കൊണ്ടാണ് കേട്ടോ. സ്വന്തം വീട്ടിൽ ഒളിച്ചിക്കേണ്ട അവസ്ഥയാണ്. വരണ്ട് ഇതിൻ്റെ മണെടുത്തിട്ടുണ്ട്. ആരും ഇങ്ങോട്ട് ദണ്ഡി യാത്ര തുടങ്ങിയിട്ടുണ്ട്. അല്ല എസ്മയാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ വരണ്ടേ ചുമ്മാ കുണയ്ക്കാൻ? ആ വരണ്ട് ആരോ വരണ്ടേ? Where is Esme? Peekaboo? Where is Esme? Where is Eira? Peekaboo? എന്താ സന്തോഷം. നേരത്തെ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് ഞാൻ വിളിച്ചു. ഞാൻ എടുത്തില്ല. അപ്പം വേണ്ട, അല്ലെങ്കിലേ ശരിയാവില്ല. ഇതേട്ടാ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഞാൻ ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്നു. ഗാർലിക്കും കുറച്ച് ചിക്കൻ സ്റ്റോക്കിൻ്റെ പൗഡർ ഇതിലും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ ഇത് ചെറുതായിട്ട് ചൂടായി തുടങ്ങി. ഇനി ഫുള്ള് സിമ്മറിൽ വെക്കണം 1 മണിക്കൂർ കേട്ടോ. ഓക്കെ, സെറ്റ്. സ്കൂളിൽ നിന്ന് പറഞ്ഞ് നമ്പറാണ്, ഭയങ്കര നമ്പർ. അവളെന്നെ എടുക്കാൻ വേണ്ടിയിട്ട് അവള് പറഞ്ഞ് ഇവളെന്നെ ഇവിടെ കരയിപ്പിച്ച്. ഞാൻ എടുക്കൂല ഏറാ. നോ, ദീസ് ആർ ലിറ്റിൽ ടാൻഡ്രംസ്. നീ സ്കൂളിൽ ഇതാണെന്നാണ് പറഞ്ഞത്. വാ രണ്ടുപേരും വാ, കം. Yeah, those are little tiny tantrums and I'm not gonna buy that. No? Eira, come here. ഹായ്, വായിന്ന് നോരയുമ്പോഴത്തേക്ക് ചാടി തുടങ്ങി. എന്താ കഥ? ഇപ്പം എങ്ങനെയാ കരച്ചിൽ നിൽക്കണേ? കം ഹിയർ, വി വാച്ച് TV. കം. ഇതൊക്കെ നോക്ക്. കം, ഇങ്ങോട്ട് വാ. ദിസ് ഈസ് എ വെരി ക്രിട്ടിക്കൽ ടൈം. എന്താണെന്നറിയോ? ഈ സമയത്താണ് നമ്മളൊക്കെ പലരും സ്നാപ്പായി പോണ ഒരു ഏരിയ ഇത്. ഇവരുടെ മാക്സിമം കളി കളിക്കും. ഇന്ന് സ്കൂളിൽ നിന്ന് തന്നെയാണ് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച ഓണായതാ, ഇടയ്ക്ക് ഓണാവും ഇങ്ങനെ എടുക്കാൻ. Come here, we sit here, we play here, Eira. Ba. Esme baby, where Eira va? Ba. ഇതൊക്കെ മൂക്കിന്നൊക്കെ പാതയൊക്കെ ചാടിയിട്ടിരിക്കണേ. അയ്യോ,
അയ്യോ അയ്യോ കം എസ്മേ കം. നീ ഇപ്പം അങ്ങോട്ട് പോയേ? ഓ ഓ ആരണ്ടീസത്? അയ്യോ അയ്യോടാ എന്തൊരു ശാന്തതയോ നോക്ക്. ഇവിടെ നമ്മുടെ മേലിൽ നിന്ന് ചാർജ് എടുക്കുക, ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടുന്ന് ഇണക്കി കഴിഞ്ഞാൽ കുഴപ്പം എന്താ വെച്ചാൽ അവിടെ ഗോൾഡനെ വർക്കൗട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അതാണ് ഞാൻ അവിടെ ഇരിക്കണേ. പക്ഷേ മെയിൻ പരിപാടി ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് മൈക്ക് കണ്ടെത്തും. അത് നിനക്ക് ഞാൻ എങ്ങനെയാണ് തരണത്? അത് ഞാൻ നാടകം ഉമ്മന്നേ, നാടകം ഉമ്മണേ. ഉമ്മ മുട്ട് 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 ആ മുട്ട് മുട്ട് ഹോങ്ങിയാ നടക്കി ഹോങ്ങി. വിശക്കുണ്ടാ? ഇപ്പം തരാം നാടൻ മാമുത്തരാ മാമുത്തരാ. ഹാങ്ക്രീനോ? അത് എടുക്കാൻ നോക്കണം. ഇത് നോക്ക്, ഇത് അതെടുത്തോ. അതന്നെ കൊടുക്കെടുക്ക്. അത് നോക്കി ഡബ്ബർ എന്നൊക്കെ പറഞ്ഞാണല്ലോ. കഴിയറേ അമ്മ കഴിയറേ. അവിടെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട്. വേഗമായിക്കോട്ടെ മാഡം. ആദ്യം ഞാൻ അവിടെ മനപ്പൂർവ്വം ഇട്ട് കരയിപ്പിച്ചതാ. ഞാൻ എന്തിനാ എടുക്കണേന്ന് തരൂ? വേണ്ട വേണ്ട, ഇങ്ങോട്ട് കൊണ്ടിരിക്കണ കുറച്ചു നേരം. ഒരു 10 മിനിറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയാം. എസ്മേ എയ്റ കം. എയ്റ കം ഹിയർ. എയ്റ we just play in the gym for some time. come എയ്റ, we go to the gym. come. കരയണ്ട, നീ വന്നോ? അപ്പോഴേക്കും കരഞ്ഞു. ആദ്യം കരച്ചിൽ വരും അവിടെ നിന്ന്, ട്രെയിൻ ഊതണ പോലെ. ഇവിടെ കം. ജിമ്മിൽ പോവാം ബാ. യു നോ ഹൗ ടു വോക്ക്. സി ദാറ്റ്സ് ദ വൺ. ലിറ്റിൽ വോക്ക്, ദാറ്റ് ഈസ് യുവർ ജിം സെഷൻ റൈറ്റ് ദേ മൈ. ലിറ്റിൽ സ്റ്റെപ്സ്. അവിടെയല്ല, സ്റ്റെപ്പല്ല, ഇവിടെ ജിമ്മ്. സ്റ്റെപ്പിലേക്കല്ല. ഞാൻ ഇവിടെ വാ, ജിമ്മി വാ. ജിമ്മിൽ പോവാം ബാ. ഹലോ, തീരെ മൂവ്മെൻറ്റില്ലല്ലോ ഗൈസിന്. അയ്യോ 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 അയ്യ അയ്യ അയ്യാ. ഇവിടെ ഐൻസ്റ്റീനാ എന്തോ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിവിടെ വരെ വന്ന് ചാർജ് തീർന്നു കേട്ടാ. ഇനി ഇവിടെ നിന്ന് ചാർജ് തീർക്കണം. ടെസ്ലയുടെ കാറാ. ഗുഡ് ത്രോയിങ്. കണ്ട, അവള് എറിഞ്ഞു തുടങ്ങി കേട്ടോ. ആദ്യമായിട്ട് അവള് ഗുഡ് ത്രോയിങ് എസ്മൈ, ഗുഡ് ത്രോയിങ് എസ്മൈ. അതിനെടുത്ത് കൊടുത്തിട്ട് പിങ്ങ ഇതിൽ വെച്ച് കൊടുത്തടാ, ഇതിലെടുത്ത് വെച്ചടാ. അവള് എറിയട്ടെ. ഗുഡ് ത്രോയിങ് എസ്മൈ, ഗുഡ് ത്രോയിങ് എസ്മൈ. ഗുഡ് വൺ. ഫസ്റ്റ് ടൈം. ഓ ഗുഡ് വൺ എസ്മൈ. ഓ ഗുഡ് വൺ എസ്മൈ. ചേച്ചി ടയർഡാ മിക്കവാറും ഇപ്പോ. ഗുഡ് വൺ. ത്രോ. ഗുഡ് വൺ എസ്മൈ. ചിലത് കയ്യിൽ നിന്ന് റിലീസ് ആവണില്ല കേട്ടാ. പക്ഷെ നോക്കണ്ട, അത് നല്ല എറിയണേ. ചിലത് നല്ല എറിയുണ്ട്. ടോ എന്ന് പറഞ്ഞിട്ട് എറിയണേ. വെടി പൊട്ടിക്കാന്ന് കുട്ടി. ഡാഡൻ ഇവിടെ ഹണ്ടിങ്ങിന് വരാൻ ഒരാളായി. നമ്മുടെ ചിക്കൻ എന്തായി നോക്കട്ടെ. മെയിൻ ടൈം ഇപ്പോൾ തുറന്നാലും ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടുള്ളൂ. ഓ ദ സ്റ്റീം ഈസ് കിക്കിംഗ് ഇൻ. ബ്യൂട്ടിഫുൾ ചിക്കൻ. വി ചെക്ക് ദ internal exam അല്ല കേട്ടോ, internal temperature 85. സോ ദിസ് ഈസ് കുക്ക്ഡ്. ഓക്കെ, 85 ഡിഗ്രി 86 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സോ ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് പീസ് ഇൻ ഹിയർ. ഇനി ഹിയർ അനദർ വൺ. ഇതെന്താണെങ്കിലും വന്നിട്ടുണ്ടോ? അത് തുറന്നിരിക്കുന്ന കാര്യം കണ്ട. ഇത് 91 കണ്ട. All other piece similar. Check this one. 82, 89. So this is done. See, half an hour. Beautiful. Now മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഡിന്നർ കഴിക്കാം. ഞാൻ ചിക്കന് വേണ്ടിയിട്ട് ഒരു സോസും കൂടെ ഉണ്ടാക്കണ്ടേ. നമ്മൾ കഴിഞ്ഞ ദിവസം പെസ്തോ മേടിച്ചില്ലേ, അപ്പോൾ നമുക്ക് ആൽഫ്രദോ ഉണ്ടാക്കാം. ആൽഫ്രദോ പെസ്തോ ഉപയോഗിച്ചിട്ട്. സോ ഒരു ക്രീം. ഈസി സോസാണ്. നോക്കിക്കോ, നമ്മൾ ഇന്നലെ മേടിച്ച പെസ്തോ സോസ് ഇല്ലേ.
2 tablespoons of pesto sauce, some butter, Good girl. because chicken has got less fat. Here you go. So you need some fat in your sauce. Here you go. കുറച്ച് വൈറ്റ് വൈൻ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, ബട്ട് നോ വൈറ്റ് വൈൻ. ഇതിൽ നട്ട്സ് ഉള്ള കാരണമാണ് ഇത് തിക്കാവണേ. കണ്ട, സോസ് ഈസ് ഗെറ്റിംഗ് വെരി തിക്കർ നട്ട്സ്. ഇനി നമ്മൾ ഈ ചിക്കൻ റോസ്റ്റ് ചെയ്ത സോസ് ഇല്ലേ, ദ സോസ് ഗോയിങ് ഇൻ. Lily pad. ചെക്ക് ദ കൺസിസ്റ്റൻസി. Mushrooms. Yeah, beauty. Sour sauce ready. Check the seasoning. Oh, beauty. നല്ല പുളിക്കിൻ്റെ നല്ല ടേസ്റ്റ്. തീറ്റ നിർത്താൻ പറ്റണല്ലേ പണ്ടേ. ഓക്കെ, ഐ ഡു അപ്ലൈ. ഓ മൈ ഗോഡ്, ഞാനായിരുന്നു, അവളല്ലായിരുന്നു. അവള് തൊട്ടുന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ ഭിത്തിയിലിട്ടിട്ടേ ആ വാഷിംഗ് മെഷീൻ്റെ മുകളിൽ ഒറ്റ ഇടിയേറാനെ ഏറെ 4 വാഞ്ഞ ഭാഗ്യം. Okay, I do 1 plate for you guys. Nice sauce, nice chicken. Then pour some sauce on top. Ah. Look at that. പെസ്തോ ആണത്. Pesto, Alfredo. Look the chicken, how juicy it is. Look. Oh. Eat with the സീറ്റ് കൊണ്ടുവന്നിട്ട് skin. കാര്യമില്ലല്ലോ അല്ലേ. Oh. Nice chicken, mama. നൈസ്. ബ്യൂട്ടിഫുൾ ചിക്കൻ. പിന്നെ ചിക്കൻ വിത്തിലിരുന്ന് തന്നെയായിരുന്നു. അടുത്തരാ, ഹൗ ഇസ് ദ ചിക്കൻ, യു ലൈക്ക് ഇറ്റ്? ഹൗ ഇസ് ഇറ്റ്? വെരി നൈസ്, ഡെലീഷ്യസ്. ഗുഡ് ഗേൾ. ഏറാ ഗൂഗിൾ എസ്മേ, ഗൂഗിൾ പിങ്ങോ. ബ്യൂട്ടിഫുൾ ചിക്കൻ ആണ് കേട്ടാ. ചൂടുണ്ടോ? ഞാൻ കത്തിയുടെ മൂർച്ച നാളെ കാണിച്ചു തരാം കേട്ടോ. ഇന്നിപ്പോൾ ഒരുപാടായി കണ്ടന്റ്, ടു മച്ച് കണ്ടന്റായി. ഞാൻ എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് നാളെ കാട്ടി തരാം കത്തി സൂപ്പറായിട്ട്. കത്തി നല്ല മൂർച്ചയുള്ള നൈഫാണ്. ഐ വിൽ ഷോ യു ടുമോറോ. Other than that, it's a beautiful day. Mom, you got to say something? How was the chicken, Mom? How was your day today? Less pressure? ഇന്ന് ജോലി കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇന്ന് എന്താന്നറിയില്ല, ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തണുക്കുകയും ഭയങ്കര അപ്പോൾ നീ നോ മോർ ഹോട്ട്? തണുപ്പ് വരുന്നു. എനിക്ക് ഉറക്കം വന്നിട്ട് പാടില്ലായിരുന്നു. എന്താണ് ഇന്നലെ വലിയ കുഴപ്പമില്ലാതെ ഉറങ്ങി തന്നിട്ട് അത് ആ 2 പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു ഇന്ന്. അച്ഛമ്മ കഴിക്കണ്ട? അവൾ ഇച്ചിരി കഴിച്ചു, അത് കാരണം അവളിപ്പോൾ ഇച്ചിരി. നീ ഇതായിട്ട് വീഡിയോയിലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കമന്റ് ഇട്ടിരുന്നുണ്ടോ? ഗോൾഡ ചേച്ചി is getting very lazy nowadays. Why is that? Can't be like that. ഞാൻ ഓൾറെഡി അങ്ങനെയാണ്. ലേസി ആണ്, കണ്ടില്ലേ? ലേസി അല്ല, നമുക്ക് പറയാനുള്ളത് അറിയത്തില്ല. ചുമ്മാ ഇങ്ങനെ മോൻ പറയണ പോലെ പറയാനറിയില്ല, അതാണ് കുഴപ്പം. ഒരു വീഡിയോയില് മോൻ ചീത്ത പറയാൻ നേരത്തെ ഞാനിങ്ങനെ മുഖത്തോട്ട് നോക്കിയിരിക്കണുണ്ട് മിനിയാനത്തെ കണ്ട്. അപ്പൊ പിങ്കു എന്നോട് ചോദിക്കുക എന്താ പറയണ്ടതെന്ന് നിനക്ക് അറിയില്ലായിരുന്നു, അതല്ലേ നീ നോക്കിയെന്ന്. സത്യത്തിൽ അത് തന്നെയാണ് ഇങ്ങനെ നോക്കിയത്. എന്താ ഇപ്പൊ ഞാൻ പറയാ? ഒന്നുമില്ലേ, നീയാണ് ഇവിടുത്തെ മിടുക്കി. മറ്റേ ഇത് കണ്ടില്ലേ, വൈഭവ് സൂര്യവംശിയുടെ ന്യൂസ്? എന്തുരാ ഒടുക്കത്തെ ബാറ്റിംഗ് ആണല്ലേ? 15 വയസ്സേ ഉള്ളു അതിന്. എനിക്കറിയില്ലായിരുന്നു. നല്ല സ്കിൻ അല്ലേ? പൊന്നു താഴെ ഇടല്ലേ, അമ്മയ്ക്ക് തന്നോ? താങ്ക് യു. ഇതിന് എനിക്കുണ്ട ദേ വെള്ളം. എന്നാ ഈ സോസില് വല്ല നൂഡിൽസോ പാസ്റ്റയൊക്കെ ഇട്ട് ഞാൻ അടിപൊളിയായിരിക്കും. ഇന്ന് സർപ്രൈസിങ്ങിലാണ് നമ്മൾ നൈഫ് പ്ലേസിൽ എത്തിപ്പെട്ടത്. അങ്ങനെ ഒരാളിനെ പരിചയപ്പെട്ടത്. ഞാൻ പുള്ളിയുടെ അടുത്തുനിന്ന് ഒരു ഡോക്യുമെൻ്ററി പോലെ പുള്ളി നൈഫ് ഉണ്ടാക്കുന്ന ഹോൾ പ്രോസസ്സ് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു സൂപ്പർ വീഡിയോ, നമുക്കൊരു ഡോക്യുമെൻ്ററി, വ്ളോഗ് പോലെയല്ല, ഒരു ഡോക്യുമെൻ്ററി പോലെ ചെയ്യട്ടാം. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോളം കാണാം. അതുവരെയും ബൈ ഫോർ നൗ, ബൈ ബൈ. ഇവനെ കൊണ്ട് ഇന്നലെ ഏറെ ഉറങ്ങാൻ നേരത്ത് ഉച്ചയ്ക്ക് എൻ്റെ കൈ കിടന്ന് ഉറങ്ങാൻ നേരത്ത് ഞാൻ വീഡിയോ കാണും കേട്ടോ. അപ്പം അവസാനം അവൾ ഇങ്ങനെ ഉറങ്ങുക. അപ്പം ഇതുപോലെ സൂപ്പർ വീഡിയോ വേണ്ട.
ഉറക്കത്തില് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് കേട്ടാ റെഡി ആയിട്ടുണ്ട്. ഞാനിതിലൊരു പണ്ടാൻ ലീവ്സ് നമ്മുടെ രമ്പയിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ നല്ല നെയ്യുള്ള സൂപ്പർ സ്റ്റോക്ക്. ഈ ബോൺ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഈ മീറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കിഡ്സിന് ലഞ്ചോ ഡിന്നറോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. സോ ആൻഡ് സീ യു ടുമോറോ. ബൈ.